ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലവും ഉറപ്പും നൽകത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന ദൈവശക്തി പകരപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ മഹത്വം ആഴവും ശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമുക്ക് വളരെ പരിചയമുള്ള തിരുവെഴുത്തിൻ്റെ ഭാഗം. യെരുശലേമിൻ്റെ മതിൽ തകർന്ന് ആ സാഹചര്യത്തിൻ്റെ നടുവിൽ പണിയുവാൻ എഴുന്നേൽക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്ന ദൂത് ജനത്തിൻ്റെ വിശ്വാസമാണ്. ഇവിടെ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പല അവസ്ഥകളിലും സാഹചര്യങ്ങളിലും മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ നടത്തിപ്പ് ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ കാണാൻ കഴിയുന്നു. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം സ്വയമായി ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നും. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർ നിരാശപ്പെടുത്തും, അവർ പരിഹസിക്കും, പുച്ഛിക്കും. അതിനെ തകർക്കുവാൻ, മനസ്സിനെ ഭാരപ്പെടുത്തുവാനുള്ള വാക്കുകളൊക്കെ വെളിപ്പെടുത്തും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിന് വ്യക്തമായി ദൂത് ഇടപെടുന്നത് ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇവിടെ ദൈവത്തിൻ്റെ നിയോഗമാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. മറ്റുള്ളവർ അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നു. ദൈവത്തിൻ്റെ വൈദിലെ ഒരു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രത്യേകതയാണ് നമ്മുടെ സ്വയം നടത്തിപ്പല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, കാര്യങ്ങൾ, ആ മേഖലകളിലെല്ലാം നാം എന്ത് ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പ്രവൃത്തി മേഖലകളിലേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കുള്ള പ്രത്യേകത അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനിലൂടെയാണ്, ദൈവത്തിൻ്റെ ആലോചനയിലൂടെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇതുപോലെ ഏതെങ്കിലും പ്രവൃത്തിയെ നിരാശപ്പെടുത്തുന്നവരുണ്ടോ? ഏതെങ്കിലും തീരുമാനങ്ങളെ അതിന്ന് വ്യതിചലിപ്പിക്കും വാക്കുകൾ കൊണ്ട് അതിനെ മുറിപ്പെടുത്തുവാനും അതിനെ സങ്കടപ്പെടുത്താനേക്ക് നോക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് വെളിപ്പെടുത്തുന്നു. അത് ജയമെടുക്കുക, ആ മേഖലയിൽ ജയമെടുക്കുക. അതല്ലേ ഇവിടെ കാണുന്നത്. നടക്കത്തില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ദൈവത്തിൻ്റെ പൈതലേ, സ്വർഗത്തിലെ ദൈവം, ആ വാക്ക് തന്നെ എത്ര ശ്രദ്ധേയമാണ്. ദൈവമായിട്ടുള്ള ബന്ധം, സ്വർഗമായിട്ടുള്ള ബന്ധം, ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം, ആ വാക്കുകളിൽ എത്രയോ ശ്രദ്ധിക്കപ്പെടുന്നൊരു തലമാണ് അതിനകത്തായിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇന്ന് കുടുംബത്തിലെ വിഷയം, ഇന്ന് തലമുറയുടെ വിഷയം, ഇന്ന് ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദൂത് ആഴമായി ഏറ്റെടുക്കട്ടെ. ഇവിടെ സങ്കടത്തിൻ്റെ സമയമല്ല, ഇവിടെ നിരാശയുടെ സമയമല്ല, ഇവിടെ ഭാരത്തിൻ്റെ സമയമല്ല. പരിശുദ്ധാത്മാ ചില ജീവിതങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതലേ, ഈ സമയം തിരിച്ചറിയട്ടെ, ഈ സമയത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയട്ടെ. ഇത് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നൊരു സമയമാണെന്നോർത്ത് നിരാശയും ഭാരം കൊണ്ടായിരിക്കുന്ന ജീവിതത്തോടാണ് ദൈവത്തിൻ്റെ ദൂത് ഇത് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. ഇത് ദൈവപ്രവൃത്തിയുടെ സമയമായതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി ഈ ദൂത് വിളിച്ചു പറയുന്ന തലങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എത്ര സുവർണമായ ഒരു അനുഭവമാണ് അത്. ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ ദൂത് ആഴമായി ഹൃദയത്തിൽ പതിയട്ടെ. എൻ്റെ ദൈവം
എൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കും. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കും. വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? ഇവിടെ ഒരു തോന്നലിൽ പറയുകയല്ല, ഇവിടെ ആഴമായ ഉറപ്പോടെ ആഴമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നിന്ദിക്കുന്നവരോട്, പരിഹസിക്കുന്നവരോട് പറയുന്നത്, ദൈവം കാര്യം സാധിപ്പിച്ചു തരും. ശത്രു ഒന്ന് കേൾക്കട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കട്ടെ. അവൻ തല കുനിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ വൈതലെ ഇന്ന് പൊടികൊടഞ്ഞെഴുന്നേൽക്കുന്നതുപോലെ എഴുന്നേൽക്കട്ടെ. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ ദൂതം ചില ഹൃദയങ്ങളെ തൊടുക. ഇനി നിരാശപ്പെടണ്ട, ഇനി ആ വിഷയത്തിൽ ഭാരപ്പെടണ്ട, ഇനി ആ വിഷയത്തിൽ ആകുലപ്പെടണ്ട. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. അങ്ങനെ ആ ഒരു ദൂത് വിളിച്ചു പറ. അന്തരീക്ഷം മാറും, കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും, ഹൃദയത്തിൻ്റെ തലം മാറും, ഇപ്പോൾ ആയിരിക്കുന്ന തളർച്ചകൾ മാറും, ഇപ്പോൾ ആയിരിക്കുന്ന ആത്മീയ ക്ഷീണം മാറും, പ്രാർത്ഥനയുടെ തലങ്ങളിൽ ചൂട് പിടിക്കും. ദൈവത്തിൻ്റെ വൈതലെ അപ്രകാരം കയറി വരുന്നൊരു ദിവസമായി, ഉണർവ് വ്യാപരിക്കുന്നൊരു ദിവസമായി, എഴുന്നേൽക്കുന്നൊരു ദിവസമായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. വിമർശിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ തലകുനിക്കല്ലേ. പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ആ ദൂത് ചലിക്കട്ടെ, വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ തന്നെ ദൈവം ചെയ്യാൻ പോവാ. ദൈവം ആ കാര്യം സാധിപ്പിക്കുന്നത്. മനുഷ്യനല്ല സാധ്യമാക്കാൻ പോകുന്നത്, ദൈവത്താലാ വരുന്നത്. അതറിയും. അത് ഈ ദിവസങ്ങളിൽ ദൈവം അറിയിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു, ദൈവത്തിൻ്റെ കാര്യത്തിൽ വെളിപ്പെട്ടു വരുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, എന്നെ കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം, അവരുടെ അവസ്ഥയെ സാഹചര്യം കിട്ടുവാൻ കർത്താവേ ഇന്ന് ഒരു മാറ്റം ഹൃദയത്തിലുണ്ടാകട്ടെ, ജീവിതത്തിലുണ്ടാകട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആ ഒരു ദൂതിൽ എഴുന്നേൽക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.